أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله على دين الإسلام إياك نعبد وإياك نستعين കാസർഗോഡ് കൂട്ടായ്മയുടെ ഈ വേദിയിൽ നിങ്ങളെല്ലാവരും സംഘടിക്കാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കാസർഗോഡ് എന്ന് പറയുന്ന ഈ നാട്ടിലേക്കുള്ള ബഹുമാനമാണ്. നിങ്ങളെല്ലാവരും ബോംബെയിൽ അധിവസിച്ച് ജീവിച്ച് കുടുംബം പോറ്റാൻ വേണ്ടി ബോംബെയിൽ വന്നവരാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കാസർഗോഡുകാരുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കാസർഗോഡ് കൂട്ടായ്മയുടെ ആവശ്യമുണ്ടെന്ന്, അതിൻ്റെ വികാരമാണ് കേവലം 3 മാസം കൊണ്ട് വിപുലമായ ഒരു പരിപാടി നടത്താൻ നമ്മൾക്ക് സാധിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേവലം 90 ദിവസത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പരിപാടി, അതിൽ 3 MLA-മാർ, ഒരു MP, നോർക്ക് ഓഫീസർ, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ, ഇതെല്ലാം നമ്മുടെ വേദിയിലുള്ളത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. കുറെ ആൾക്ക് ഭയം തോന്നുന്നുണ്ട് ഈ കൂട്ടായ്മ കൊണ്ട്. ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ മത്സര രംഗത്ത് വരാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ഈ പ്രസ്ഥാനം കേവലം കാസർഗോഡുകാരുടെ അർഹതപ്പെട്ട അധികാരം അവർക്ക് നൽകാൻ വേണ്ടിയും അവരുടെ അവകാശം അവർക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് ഉണ്ടാക്കാനുള്ള കാരണമാണ്. കാസർഗോഡ് ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നവർ, കാസർഗോഡുകാർക്ക് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് മറുപടിയാണ് ഇന്നത്തെ ഈ യോഗം. ആരും ഞങ്ങളെ കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കേവലം നമ്മൾ ഇവിടെ രാഷ്ട്രീയമല്ല, സാംസ്കാരിക സോഷ്യൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ MLA-മാരെ ഇവിടെ എത്താൻ ദീർഘപ്പെടുന്നതിനുള്ള കാരണം, ഇന്നലെ രാത്രി കുറെ ലേറ്റ് ആയിട്ടാണ് അവരുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത്. ഇവിടെ എത്തി അവർ പോയി കിടക്കുമ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഓൺ ദ വേ ആണ്. ഇപ്പൊ അടുത്ത സമയത്ത് നമ്മൾ ഒന്നിച്ച് അവർ എത്തും. നമ്മളുടെ പ്രസിഡന്റ് PA ഖാലിദ് സാഹിബ്, ബോംബെ കേരള മുസ്ലിം ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ആയ, അതുമാത്രമല്ല ഇപ്പൊ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്, ചീഫ് പാട്രനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ സെക്രട്ടറി ഉൽവാർ സാഹിബ്, അയാളും കേരള മുസ്ലിം ജമാഅത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ നമ്മളെ ഈ പ്രസ്ഥാനത്തിന്റെ ട്രഷറർ ഫിറോസ് സാഹിബ്, സുലൈമാൻ സാഹിബ്, റൌഫ്, പോമാന ഖാദർ സാഹിബ്, ഞാൻ സ്വന്തം എല്ലാം കേരള മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ KMCC-യും മുസ്ലിം ലീഗിലും അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിലും പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ആവേശം തന്നുകൊണ്ട് ഇവിടുത്തെ റൌഫ്, ഉൾവാറ്, അനീഫ് സംശയ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾക്ക് ഈ ആവേശം തന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ആരടുത്തും പൈസ ചോദിക്കാൻ പോയിട്ടില്ല. എല്ലാവരും ഇങ്ങോട്ടാണ് നമ്മൾക്ക് സംഭാവന ഈ പരിപാടിക്ക് തന്നിട്ടുള്ളത്.
അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പ്രസക്തി എന്താണെന്ന്. നമ്മുടെ കാസർഗോഡിന്റെ പുലിക്കുട്ടി എന്ന് അറിയപ്പെടുന്ന കാസർഗോഡുകാരുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ സാഹിബ് നമ്മുടെ സമീപമുണ്ട്. അവരെ കേരള ഈ മതേതര രാഷ്ട്രത്തിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഈ മതേതരത്തിന് നിലനിർത്താൻ വേണ്ടി കാസർഗോഡ് മണ്ണിൽ നമ്മളെ ഒന്നിച്ചുള്ള ഉണ്ണിത്താൻ സാഹിബ്, അതോടൊപ്പം നമ്മളെ നാട്ടിൽ നിന്ന് വന്ന മഞ്ചേശ്വര, കാസർഗോഡ്, ഉദുമ MLA-മാരുണ്ട്. മഞ്ചേശ്വരത്തിന്റെ മുഖ്യമൂലയിലും എഡ്യൂക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച AK മഷ്റഫ് സാഹിബ് കാസർഗോഡ് മണ്ഡലത്തിൽ മതേതരത്തിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന നെല്ലിക്കുന്ന് സാഹിബ്, അതോടൊപ്പം ഉദുമ മണ്ഡലത്തിന്റെ മുഖച്ഛായി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചായിരിക്കുന്ന CH കുഞ്ഞബ്ദുള്ള സാഹിബ്, കുഞ്ഞമ്പു സാഹിബ്, തെറ്റിപ്പോയിട്ടുണ്ട്, ശരി ശ്രമിക്കണം, കുഞ്ഞമ്പു സാഹിബ്, അതുപോലെ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബേഗം സാഹിബ്, നോർക്ക ഓഫീസർ റഫീഖ് സാഹിബ്. നോർക്ക ഓഫീസറിനെ പറ്റി ഇവിടെ നമ്മളെ പ്രസിഡന്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ പറഞ്ഞതുപോലെ നമ്മളൊപ്പം എല്ലാ സമയം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പോമോന എക്സ്പോർട്ട് എൻ്റെ ഉടമയായ അബ്ദുൽ ഖാദർ സാഹിബ് ഇവിടെ നമ്മളെ ഒന്നിച്ചിട്ട് നമ്മൾക്ക് എല്ലാ കാര്യത്തിലും അഡ്വൈസ് തന്ന് നമ്മൾക്ക് എല്ലാ കാര്യവും ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തായ അഷ്റഫ് കർല സാഹിബ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെയർമാനാണ്. മുനീർ ഹാജി കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ്. അഷ്റഫ് എടനീർ സാഹിബ് യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ്. മുജീബ് കമ്പാർ സാഹിബ് വൈസ് പ്രസിഡന്റ് മുഗറാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത്. OK ഇബ്രാഹിം സാഹിബ് പ്രവാസി ലീഗിന്റെ ജനറൽ സെക്രട്ടറി. അസീസ് മരിക്കെ സാഹിബ് മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ്. അബ്ദുള്ള മാദേരി വൈസ് പ്രസിഡന്റ് അയ്യോമൽ മഞ്ചേശ്വരം മണ്ഡലം. ആരിസ് ചൂരി സാഹിബ് കാസർഗോഡിൽ എപ്പോഴും നിശബ്ദനായിട്ട് പ്രവർത്തിക്കുന്ന ആരിസ് ചൂരി സാഹിബ്. മഹമൂദ് വെൽകെയർ ക്ലിനിക്കിന്റെ മുതലാളി. അമീദ് TNR ന്യൂസ്, കമർ മെട്രോ ന്യൂസ്, ആദി തങ്ങൾ, സാദിഖ് എരിയാൽ. അതിലൊക്കെ അയച്ച് 2 സ്വർണം ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് കരീം സിറ്റി ഗോൾഡ്, രണ്ടാമത് അനീഫ് ഗോൾഡ് കിങ്. അതോടൊപ്പം അബു തമാമ് നമ്മളെ ഫർണിച്ചറിന്റെ കിങ്ങാണ്. അബു റോയൽ എന്ന് പറയുന്ന അബു റോയൽ ബഹ്റൈനിൽ മഞ്ചേശ്വരം മണ്ഡലക്കാരനാണ്. ബേക്കൂറിലാണ് വീട്, ബഹ്റൈനിലാണ് ബിസിനസ്. അയാൾ അബു റോയൽ നമ്മൾ ഒന്നിച്ച് ഇവിടെ ഉണ്ട്. അലി മുട്ടം ഇവിടെ ഉണ്ട്. GM മനാദ്വാല സെന്റർ ഫോർ ഹ്യൂമാനിറ്റിന്റെ പ്രസിഡന്റ് VK സൈനുദ്ദീൻ സാഹിബ്. ബോംബെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജനാബ് VK സൈനുദ്ദീൻ സാഹിബ്. KMCCയുടെ കരുതനായ ട്രഷറർ PM ഇക്ബാൽ സാഹിബ് നമ്മളെ ഒന്നിച്ചിവിടെയുണ്ട്.
അപ്പോ ഇത് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇന്നത്തെ യോഗത്തിലേക്ക് നിങ്ങൾ സംഘടിപ്പിച്ച് വന്നത് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും നാട്ടുന്നും പല സ്ഥലത്തുനിന്നും വന്ന് കൂടിയവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്, ജയ് ഭാരത്.